ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കരിപ്പാലം സഞ്ചാരി. ഇനി നമ്മൾ അരുണാചലിലെ തന്നെ ഷേർഗാവ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ മൊത്തം നോക്കിയാൽ കാണാൻ അവരുടെ ഫ്ലാഗ്സ് ആണ് കൂടുതലും. ഞാനത് ക്ലോസപ്പിൽ നോക്കിയപ്പോൾ എല്ലാം കൂടുതലും കണ്ടത് അതിൽ കുറേ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇവരുടെ ബുദ്ധിസ്റ്റുകാരുടെ ഒരു പ്രെയറും കൂടിയാണത്. മീൻസ് നല്ല കാറ്റ് വരുന്ന സ്ഥലത്ത് അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഈ ഫ്ലാഗ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള മല തൊട്ട് റൈറ്റ് സൈഡിലുള്ള മല വരെ ഭയങ്കര കളറ്, മീൻസ് വേറെ 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 കളർ പോലെ. ഒരു സൈഡ് ഗ്രീനറി ആണ്, ഒരു സൈഡ് ബ്രൗൺ, ഒരു സൈഡ് സിൽവർ കളറ്. അങ്ങനെ ഒരു ട്രൈ കളേഴ്സ് ചേർന്ന് ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ റോഡ് ഫുള്ള് കിടക്കുന്നത്. അല്ല, നമുക്ക് ഈ റോഡിൽ കൂടി ഇങ്ങനെ അങ്ങ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാനേ തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ബി ആർ ഒക്കാരെ സമ്മതിക്കണം കേട്ടോ, ഈ മലകളൊക്കെ വെട്ടി ഇതുപോലെ അടിപൊളി റോഡ്സ് ഉണ്ടാക്കിയതെന്നാൽ. അതുകൊണ്ടല്ലേ നമുക്കൊക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ. സച്ച് എ ബ്യൂട്ടിഫുൾ വർക്ക് ദേ ഹാവ് ഡൺ. നമ്മൾ പോകുന്നത് ഷേർഗാവ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ്. അത് ഏകദേശം 2000 മീറ്റേഴ്സൊക്കെ ഉയരത്തിലാണെന്ന് പറഞ്ഞത്. ബാക്കി നമ്മുടെ ബോംഡില പോലെയൊന്നുമല്ല. അരുണാചലിലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ഉള്ള ഒരു ഗ്രാമമാണ് ഷേർഗാവ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഷേർഗാവിനടുത്തുള്ള സഗാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഈ ഷേർഗാവിലാണ് ഏറ്റവും കൂടുതൽ വൈനും ഇവരുടെ പ്ലം, കിവി, പെർസിമോൺ, അങ്ങനെ ഒരുപാട് വൈന് ഇതൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയണത്. ഇവിടെയൊക്കെ ചീപ്പ് റേറ്റിൽ നമുക്ക് മദ്യം കിട്ടുമെന്നും നമ്മൾ കേട്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു നമ്മുടെ അടുത്ത്. നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ഹോം സ്റ്റേസും റിസോർട്ടുകളും ഒക്കെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടു. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഓക്ലേയും പിന്നെ വില്ലോ എന്ന് പറയുന്ന ഒരു റിസോർട്ടുമാണ്. നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോണ വഴിയാണ്. ഇച്ചിരി മോശം കേട്ടോ വഴി റിസോർട്ടിലേക്കുള്ള. ഇതാണ് നമ്മുടെ റിസോർട്ട്, വില്ലോ റിസോർട്ട്. നോക്കിയാൽ അടിപൊളി. ചെറിയ ചെറിയ ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സൂപ്പറായിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റുള്ള ഈ കോട്ടേജാണ് കിട്ടിയേക്കുന്നത്. ഇതിൽ തന്നെ ഒരു ഫാമിലിക്ക് മൊത്തമായിട്ട് താമസിക്കാം കേട്ടോ. ഡബിൾ ഡെക്കർ പോലെയാണ്. ഞാൻ കാണിച്ചു തരാം അകത്ത് എങ്ങനെയുണ്ട് വ്യൂ എന്ന്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോട്ടേജ്. ഇതിൽ ഒരു 4 പേരുള്ള ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. ഇവർ 5000 റുപ്പീസാണ് ഈ ഒരു കോട്ടേജിന് ഞങ്ങൾ ഇന്ന് എടുത്തത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്, അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റൊക്കെ തപ്പി. ഫുഡ് സോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കയറി നോക്കാം. ഇവിടെ ഒരാൾ നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. ചെറിയ ഷോപ്പാണെങ്കിലും നോക്കി എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മളൊന്നും കാണാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടോഫീസ് ഉണ്ട്, കൊറിയന്നൊക്കെ വരുന്ന ബോബ ടീയോ അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇത് നോക്കി വൈൻ വരെ ഉണ്ട് ഇവിടെ വിൽക്കാനായിട്ട്. ഹോം മെയ്ഡ് വൈനാണെന്ന് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഒനിയൻ പക്കോടയും ചായയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചേ ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന എന്ത് സാധനം ഉള്ളതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഒരു അറാക്ക് എന്ന് പറയുന്ന ഇതുകൊണ്ട്, പിന്നെ അപ്പം എന്ന് പറയുന്ന റൈസ് വൈനും ഉണ്ടെന്ന്. അപ്പോൾ അത് ഇവിടെ അടുത്തൊരു കടയിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ.
അവിടെ ഒരു വൈൻ ഷോപ്പിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവരുടെ തന്നെ വൈനുണ്ട്. അതൊക്കെ 300-400 ഒക്കെയാണ് സ്റ്റാർട്ടിങ് വലിയ ബോട്ടിലിന്. പീച്ചിൻ്റെ ഉണ്ട്, പ്ലം ഉണ്ട്, പെർസിമോൺ ഉണ്ട്. ഒരു കാര്യം എന്നാൽ ഇവിടെ എല്ലാം വളരെ ചീപ്പ് വൈനാണ്. പിന്നെ ഇത് കൊറിയയിലെ സോജു, കൊറിയ ഡ്രാമയൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നത് കൊറിയൻ സോജു ഒക്കെ ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവർ, പല ഫ്ലേവർ ഉണ്ട് കേട്ടോ. പിന്നെ മറുവ എന്ന് പറഞ്ഞിട്ടൊരു മില്ലറ്റ് വൈൻ ഉണ്ട് കൊറിയയുടെ തന്നെ. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞ്. നേപ്പാളിലെയും ടിബറ്റിൻ്റെയും ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. ओके पीच भी है, इसमें एक पर्सिमन का भी होगा. അറാക്കും അപ്പോങ്ങും നമുക്ക് ഇവിടെ അരുണാചലിൽ ഷേർഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ മേടിക്കാൻ കിട്ടുകയുള്ളൂ. അത് ശരിക്കും ഒരു ഹോം മെയ്ഡ് ഡ്രിങ്കാണ്. ഞങ്ങളിവിടുത്തെ ലോക്കൽ ഡ്രിങ്കായ അപ്പോങ്ങും അറാക്കും വാങ്ങിച്ചു കേട്ടോ. അപ്പോങ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് വൈനാണ്. ഇവിടെ ഞങ്ങൾ താമസിച്ച റിസോർട്ടിനടുത്ത് തന്നെ ഒരു ചെറിയ അരുവി പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വളരെ രസമാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. ഇതാണ് റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. എത്രയോ ഭംഗിയുള്ള സ്ഥലമല്ലേ. കാട്, അരുവി, ഒരു വീട്. നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴും സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഓർക്കാറുള്ളൊരു സംഭവമാണിത്. അങ്ങനെ ഈ ഭംഗിയുള്ള സ്ഥലത്ത് ഞങ്ങളുടെ താമസം കഴിഞ്ഞു. നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അരുണാചൽ പ്രദേശിൻ്റെ കൂടുതൽ വീഡിയോ കാണുവാനായി ഞങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കാണുന്നത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം, എന്നാലേ ഞങ്ങൾക്കും ഒരു സപ്പോർട്ട് ആവുകയുള്ളൂ. ഓക്കെ ദെൻ ബൈ ബൈ.